കർത്താവ് ചെയ്ത വലിയൊരു സാക്ഷ്യമായിട്ടാണ് ഈ സഹോദരി വന്നിരിക്കുന്നത്. ഓക്കെ. ഈ സഹോദരിയുടെ പേര് ശ്രീജ എന്നാണ്. കോഴിക്കോട് കൊയിലാണ്ടി നിന്നാണ് കടന്നു വന്നിരിക്കുന്നത്. കൊയിലാണ്ടി നിന്നാണ്. ഈ സിസ്റ്റർ കഴിഞ്ഞ 8 വർഷമായിട്ട് ബ്ലീഡിംഗിൽ ഭാരപ്പെടുകയായിരുന്നു. 8 വർഷമായിട്ട്. എന്നാൽ കഴിഞ്ഞ മാർച്ച് 8 നമ്മുടെ കണ്ണൂർ പബ്ലിക് മീറ്റിംഗിൽ ഈ സഹോദരി വിശ്വാസത്തോടെ കടന്നു വന്നു. ബ്രദർ അങ്ങോട്ട് ദൂത് പറഞ്ഞു, കർത്താവ് തൊട്ടു, ഇപ്പോൾ പൂർണ്ണ സൗഖ്യമായി. കണ്ണൂർ മീറ്റിങ്ങിന് വന്നതാണ്. കണ്ണൂർ മീറ്റിങ്ങിന് ചേച്ചി വന്ന സമയത്ത് ഞാൻ ചേച്ചിയുടെ ദൂത് പറഞ്ഞു. അന്ന് 8 വർഷമായിട്ട് ചേച്ചിക്ക് ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ മാർച്ചിൽ നടന്നതാണ്. മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, 7 മാസമായി. പിറ്റേത്തെ മാസം തന്നെ എനിക്ക് റെഡിയായി വന്നു. പക്ഷെ അത് കംപ്ലീറ്റ് ആവേണ്ടതുകൊണ്ടാണ് സാക്ഷ്യം പറയാതിരുന്നത്. കഴിഞ്ഞ മീറ്റിങ്ങിന് ഞാൻ ഇവിടെ വന്നിരുന്നു. ഓക്കെ എന്ന് പറഞ്ഞ് അതിനുശേഷം പിറ്റേ മാസം മുതൽ നോർമലായി. ഒന്ന് കൈയടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ച് ആമേൻ പറഞ്ഞേ. 8 വർഷമായിട്ട് ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു. അതൊരു വലിയ കാര്യമാണ്. 8 വർഷമായിട്ട് ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം 8 മാസമായിട്ട് 9 മാസമായിട്ട് തനിക്ക് നോർമലാണ്. ഒന്ന് കൈകളടിച്ച് ഒരു ആമേൻ പറയാം. ഞാൻ ചേച്ചിയോട് അങ്ങോട്ട് ദൂത് പറയുകയാണോ ചെയ്തേ? ഞാൻ ഈ കാര്യം ചേച്ചിയോട് ദൂത് പറഞ്ഞു. അന്ന് മുതൽ കർത്താവ് പ്രവർത്തിച്ചു. അതൊരു വലിയ കാര്യമാണ്, സന്തോഷമുള്ള കാര്യമാണ്. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. ചില ആളുകൾ എന്നെ കളിയാക്കുന്ന കാര്യം ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ദൂത് പറയുന്നു പറഞ്ഞിട്ട്. പക്ഷേ ഇയാളുടെ കാര്യത്തിൽ 8 മാസമായ കാര്യമാണ്. യേശു കൊടുത്ത സൗഖ്യവും വലുതാണ്. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കാം. യേശു ചെയ്ത നന്ദിക്ക് നന്ദി പറയാം.